ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരു ബിസിനസ്സോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ കുറഞ്ഞ റിസ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടണമെന്ന് വിചാരിക്കും. സോ ഇന്ന് നമ്മൾ ദ ദന്തോ ഇൻവെസ്റ്റർ ബുക്കിൽ നിന്നും എങ്ങനെ ചില നോർത്ത് ഇന്ത്യൻ ബിസിനസ്മാന് ഇതുപോലെ ലോ റിസ്ക് ആൻഡ് ഹൈ റിട്ടേൺ ഉള്ള ബിസിനസ്സസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടുപിടിച്ചതെന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. USA 1% ഓഫ് ദി പോപ്പുലേഷൻസ് ഇന്ത്യൻസ് ആണ്. ആ 1%ൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് സതേൺ ഗുജറാത്തിലുള്ള പട്ടേൽസ് ആണ്. US ഇവരുടെ പോപ്പുലേഷൻ ഇത്രക്ക് കുറവാണെങ്കിലും അമേരിക്കയിലുള്ള മെജോറിറ്റി ഓഫ് മോട്ടൽ ബിസിനസ് ഇവരുടെ കൺട്രോളിലാണ് ഉള്ളത്. ഇവരുടെ ബിസിനസ് മെത്തേഡ് നമുക്ക് ഇപ്പോൾ നോക്കാം. യൂഷ്വലായിട്ട് നമ്മൾ ഏത് ബിസിനസ് ഓർ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ റിസ്ക് എടുത്താലാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടുക എന്ന് വിചാരിക്കും. എന്നാൽ ഇവരുടെ സ്ട്രാറ്റജി ഉള്ളതിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് റിസ്കിൽ എങ്ങനെ ഹയസ്റ്റ് റിട്ടേൺ കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്. പട്ടേൽസിന്റെ ഹിസ്റ്ററി നോക്കിയാൽ പണ്ട് മുതലേ ഇവര് ഗുജറാത്തിലെ ജമീന്ദാർമാരായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റിലേറ്റീവ്സിന് ഇടയിലുള്ള സ്വത്ത് തർക്കങ്ങൾ കൊണ്ട് മുമ്പുള്ളതുപോലെ അവർക്ക് ഫാമിംഗ് ബിസിനസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പട്ടേൽസിലുള്ള ചില ആളുകൾ ഉഗാണ്ടയിലേക്ക് മൂവ് ചെയ്തു. ഇവര് ബിസിനസ്സിൽ സ്കിൽഡ് ആയിട്ടുള്ളവരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബിസിനസ്സിൽ വലിയ നിലയിലെത്തി ഒരുപാട് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ 1972 ഉഗാണ്ടൻ പ്രസിഡന്റ് ഇവരുടെ ഗ്രോത്ത് കണ്ടിട്ട് ഇനിയും ഇവരെ വളരാൻ സമ്മതിക്കരുതെന്ന് ഉഗാണ്ടയിലുള്ള അവരുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടി. അവരോട് ആ കൺട്രിയിൽ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് അവർ ഉഗാണ്ടയിൽ നിന്നും UK, കാനഡ, USA എന്ന സ്ഥലത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ അമേരിക്കയിലേക്ക് പോയ പട്ടേൽസ് ആണ് മോട്ടൽ ബിസിനസ്സിലൂടെ നല്ലൊരു നിലയിലെത്തിയത്. ഇപ്പൊ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഉഗാണ്ടയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ USA ഒരു ഓയിൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇൻകത്തേക്കാളും ഓയിൽ പ്രൈസ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഹൈവേ റോഡുകളിലുള്ള ഹോട്ടൽസിനെയാണ് നമ്മൾ മോട്ടൽസ് എന്ന് പറയുക. ഫ്യുവൽ പ്രൈസ് കൂടിയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കാറും ബൈക്കൊന്നും യൂസ് ചെയ്തിരുന്നില്ല. സോ ഹൈവേയിലുള്ള മോട്ടൽ ബിസിനസ് എല്ലാം വളരെ മോശം അവസ്ഥയിലായിരുന്നു. ബാങ്ക് ലോൺ അടക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് മോട്ടൽസ് ബാങ്ക് ഓപ്ഷനിൽ എത്തി. വളരെ കുറഞ്ഞ പ്രൈസിൽ അത് കിട്ടിയത് കൊണ്ട് പട്ടേൽസ് അത് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അടുത്തുള്ള എല്ലാ പണവും യൂസ് ചെയ്ത് ആ മോട്ടൽസ് ബിസിനസ് വാങ്ങാൻ തുടങ്ങി. കാരണം മോട്ടൽസിലുള്ള 20 റൂമിൽ ഒരു റൂമിൽ അവരുടെ ഫാമിലിക്ക് താമസിക്കാം. എംപ്ലോയീസിനെ ഒഴിവാക്കി അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ യൂസ് ചെയ്ത് തന്നെ ആ മോട്ടൽസ് നടത്താനും കഴിയും. ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് ആ മോട്ടൽ ബിസിനസ് ഉള്ളതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്താൻ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഓയിൽ ക്രൈസിസ് നോർമലായ ശേഷം എല്ലാ മോട്ടൽസിനേക്കാളും കുറഞ്ഞ ചിലവിൽ ഇവർ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഇവരുടെ റൂംസ് എല്ലാം ഫുള്ളായിരുന്നു. സോ ഇങ്ങനെ കുറഞ്ഞ റിസ്ക് കുറഞ്ഞ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇവർ മോട്ടൽ ബിസിനസ് നടത്തി വന്നതുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം US 50% മോട്ടൽസും ഇവരുടെ കൺട്രോളിലേക്ക് വന്നു. ഇപ്പോൾ ഇതേ മെത്തേഡ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാലേ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മൾ ഇതുപോലത്തെ ബിസിനസ് ആണ് ബൈ ചെയ്യുന്നത്. കുറഞ്ഞ ചെലവിൽ ഓപ്പറേറ്റ് ആയി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് എന്തെങ്കിലും ഒരു ക്രൈസിസോ റിസഷനോ കാരണം അതിന്റെ വാല്യുവേഷനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ ആ ഷെയർസ് നമ്മൾ ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ലോ റിസ്ക് ഹൈ റിട്ടേൺ മെത്തേഡ് വിർജിൻ ഗ്രൂപ്പ് ഫൗണ്ടറായ റിച്ചാർഡ് ബ്രാൻസൺ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നോക്കാം. റിച്ചാർഡ് ബ്രാൻസൺ വിർജിൻ അറ്റ്ലാന്റിക് എന്ന അദ്ദേഹത്തിന്റെ എയർലൈൻ കമ്പനി തുടങ്ങുമ്പോൾ ഈ ലോ റിസ്ക് ഹൈ റിട്ടേൺ മെത്തേഡാണ് യൂസ് ചെയ്തത്. അദ്ദേഹം എയർലൈൻ കമ്പനി തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് എയർലൈൻ കമ്പനീസ് പുവർ കസ്റ്റമർ സർവീസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നാൽ എയർലൈൻ ഇൻഡസ്ട്രിയിൽ എൻ്റർ ആകാൻ ഒരുപാട് പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എയർലൈൻ ബിസിനസ്സിൽ ഇവർ എൻ്റർ ആകുന്നത് ഫിനാൻഷ്യലായിട്ട് കുറച്ചധികം റിസ്ക് ആണ്. കാരണം എല്ലാ എയർലൈൻ കമ്പനീസും സ്വന്തമായിട്ട് എയറോപ്ലെയിൻ വാങ്ങിയായിരുന്നു എയർലൈൻ റൺ ചെയ്തിരുന്നത്. എന്നാൽ ഇവർ റിസ്ക് കുറച്ചെടുക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഒരുപാട് എയറോപ്ലെയിൻസ് അദ്ദേഹം ലീസിനെടുത്തു. അതുകൊണ്ട് തന്നെ എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ക്യാപിറ്റലും ആവശ്യം വന്നില്ല. സോ അതുകൊണ്ട് വിർജിൻ അറ്റ്ലാന്റിക് ഫെയിൽ ആയാലും അദ്ദേഹത്തിന് ലോസ് അധികം ഉണ്ടാവില്ല. എന്നാൽ അദ്ദേഹം വിചാരിച്ച പോലെ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മറ്റുള്ള കമ്പനീസിനേക്കാളും നല്ല പ്രോഫിറ്റ് കിട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ അദ്ദേഹം പ്ലാൻ ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിലൂടെ നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് വിർജിൻ അറ്റ്ലാന്റിക് എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ബ്രാൻഡ് ആയിട്ട് മാറി. ഇതുപോലെ ഈ വിർജിൻ ഗ്രൂപ്പിലുള്ള ഒരുപാട് കമ്പനീസ് ഈ ലോ റിസ്ക് ഹൈ റിട്ടേൺ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലോ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. നമ്പർ 1, ബൈ ഇറ്റ് റൈറ്റ്. നമ്മൾ ഏത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് ലോ റിസ്കിൽ ബെസ്റ്റ് പ്രൈസിന് വാങ്ങാൻ നോക്കണം. ഇതുപോലെ ബെസ്റ്റ് പ്രൈസിന് വാങ്ങാൻ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ അറിയണം. ആ വാല്യുവേഷൻ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കിയ ഫണ്ടമെന്റൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് എന്തെങ്കിലും എക്കോണമിക് കണ്ടീഷൻ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പററി പ്രോബ്ലം കൊണ്ടോ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിട്ടുമ്പോൾ അത് അഗ്രസീവ് ആയിട്ട് ബൈ ചെയ്യണം. കാരണം ഈ ഷോർട്ട് പ്രോബ്ലംസ് കാരണം ഒരുപാട് ആളുകൾ വളരെ കുറഞ്ഞ പ്രൈസിന് ആ കമ്പനിയുടെ ഷെയർസ് സെല്ല് ചെയ്യാൻ റെഡിയാകും.
വാരൻ ബഫറ്റ് ഒരു കോട്ടിൽ ഇത് സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അതായത് മറ്റുള്ളവർ പേടിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ വാല്യുവേഷനിൽ സ്റ്റോക്സ് വാങ്ങി മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് സിറ്റുവേഷൻസ് എല്ലാം പോസിറ്റീവായിട്ട് എല്ലാവരും ബൈ ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്പർ 2, ഇൻവെസ്റ്റ് ഇൻ ബിസിനസ്സസ് ദാറ്റ് ഹാവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടീ ഷോപ്പ് ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ ടീ ഷോപ്പിൽ എപ്പോഴും നല്ല സെയിൽസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പ്രോഫിറ്റും ഉണ്ട്. ഇപ്പോൾ ആ ടീ ഷോപ്പിന്റെ അടുത്ത് അതുപോലെ ഒരുപാട് ടീ ഷോപ്സ് വന്നാൽ എന്തായാലും ആ ഏരിയയിൽ ആ ടീ ഷോപ്പിന് കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് മുമ്പുള്ളതുപോലെ സെയിൽസ് പ്രോഫിറ്റ് ഉണ്ടാകില്ല. എന്നാൽ അത് തന്നെ വേറെ ടീ ഷോപ്പൊക്കെ ഉണ്ടെങ്കിലും ആ ടീ ഷോപ്പ് കൊടുക്കുന്നത് പോലെ നല്ല പ്രൈസിലും നല്ല ക്വാളിറ്റിക്കും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര ബിസിനസ് ഓപ്പൺ ആയാലും ഇവർ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് മറ്റു കമ്പനീസിന് അതേ മാർക്കറ്റ് ഓർ ഇൻഡസ്ട്രിയിൽ എൻട്രി ആകണം എന്ന് വിചാരിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഇൻഡസ്ട്രിയിൽ വേറെ ഏതെങ്കിലും പുതിയ കമ്പനി ആ പ്ലേസ് റീച്ച് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണോ അത്രയ്ക്ക് മറ്റുള്ള കമ്പനീസിനേക്കാളും ഫസ്റ്റ് പറഞ്ഞ കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. നിങ്ങൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനീസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ കമ്പനീസിന് ഇതുപോലെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കുറഞ്ഞ റിസ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജസ് കൊണ്ടുവരാൻ കഴിയും. ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളല്ല ദ ദന്തോ ഇൻവെസ്റ്റർ എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ചാനലിലെ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.